ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാം അധ്യായത്തിലേക്ക് നാം കടന്നിട്ടുണ്ട്. അതിൻ്റെ 10 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുകയുണ്ടായി. ഇന്ന് 11 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കുവാനായിട്ട് സമയമെടുക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11 മുതലുള്ള ചില വാക്യങ്ങൾ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവേശുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. അപ്പോൾ പുതിയ നിയമത്തിൽ പരിച്ഛേദന ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പരിച്ഛേദനയുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ നാം കാണുന്നത് പോലെയുള്ള ഒരു പരിച്ഛേദനയല്ല പുതിയ നിയമത്തിലുള്ളതായിട്ടുള്ള പരിച്ഛേദന. മറിച്ച് പഴയ നിയമത്തിൽ അത് കൈകൊണ്ടുള്ള പരിച്ഛേദനയാണ്. അതിന് നിയോഗിക്കപ്പെട്ടതായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ കൈകൊണ്ടുള്ള പരിച്ഛേദനയല്ല എന്ന് മാത്രവുമല്ല, ഇവിടെ പരിച്ഛേദന ചെയ്യുന്നത് ക്രിസ്തുവേശു ആണ് എന്നുള്ളതാണ് ഈ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പരിച്ഛേദന തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ, നമുക്കത് ഇംഗ്ലീഷിലെ വാക്യത്തില് ഈ ജഡശരീരം എന്നുള്ളതിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പാപജഡശരീരം എന്നാണ് ഇംഗ്ലീഷില് ഒരു തർജ്ജമയിലുള്ളത്, പാപജഡശരീരം. അപ്പോൾ ക്രിസ്തുവേശു നമ്മളിൽ ഒരു പരിച്ഛേദന ചെയ്തു. ആ പരിച്ഛേദന ചെയ്തപ്പോൾ എന്താണ് ആ പരിച്ഛേദന കൊണ്ട് ചെയ്തത് എന്ന് ചോദിച്ചാൽ പാപജഡശരീരം ഉരിഞ്ഞു കളഞ്ഞു. പഴയ നിയമത്തിൽ ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ച് മാറ്റുന്നു എന്നുള്ളത് പോലെയല്ല ക്രിസ്തുവേശു ചെയ്യുന്നതായിട്ടുള്ള പരിച്ഛേദനയിൽ അത് പാപജഡ ശരീരം ഉരിഞ്ഞു കളയുകയാണ് ചെയ്തത്. അത് കൈകൊണ്ടല്ല. അതിനെക്കുറിച്ച് നമ്മൾ മറ്റ് വേദഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങളിൽ പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവനത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദന എത്ര പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. അപ്പോൾ പഴയ നിയമത്തിൽ പരിച്ഛേദന എന്ന് പറയുന്നതായ ഒരു ആചാരം അല്ലെങ്കിൽ ഒരു കർമ്മം ദൈവം നൽകിയത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. അതായത് മനുഷ്യൻ ജഡത്തിൽ ആശ്രയിക്കരുത് എന്നുള്ളതിൻ്റെ ഒരു നിഴലായിട്ടാണ് അന്ന് പരിച്ഛേദന കൊടുത്തത്. എന്നാൽ ഇന്ന് ഈ ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നതിന് കർത്താവായ യേശുക്രിസ്തു ഒരു ക്രമീകരണം ചെയ്തു. പാപ ജഡത്തെ കർത്താവായ യേശുക്രിസ്തു മുറിച്ചു മാറ്റി എന്നാണ് നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. പാപജഡ ശരീരം കർത്താവായ യേശുക്രിസ്തു തന്നെ ഉരിഞ്ഞു കളഞ്ഞു. അങ്ങനെ ഒരു പരിച്ഛേദന ദൈവമക്കളായിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലും ഇതേ കാര്യം പറയുന്നുണ്ട്. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പോൾ യഥാർത്ഥത്തിലുള്ള പരിച്ഛേദന എന്ന് പറയുന്നത് ഈ ഏതെങ്കിലും വ്യക്തികൾ കൈകൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു പരിച്ഛേദനയല്ല. അത് ശരിയായ പരിച്ഛേദനയുടെ പഴയ നിയമത്തിലെ ഒരു നിഴൽ മാത്രമായിരുന്നു. ജഡത്തിൽ ആശ്രയിക്കരുത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയും, ജഡത്തിൽ ആശ്രയിച്ചതിൻ്റെ ഫലമായിട്ട് അത് ആശ്രയിക്കരുത് എന്നുള്ളതിൻ്റെ ഒരു നിർദ്ദേശവും എന്നുള്ള നിലയിലാണ് അബ്രഹാമിന് പരിച്ഛേദന കൊടുത്തത് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ യഥാർത്ഥത്തിലുള്ള പരിച്ഛേദനക്കാര് പഴയ നിയമ യഹൂദന്മാരല്ല, അല്ലെങ്കിൽ യഹൂദന്മാരല്ല, മറിച്ച് നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. അപ്പൊ പരിച്ഛേദനക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ഈ 3 കാര്യങ്ങളെയും അതിന്റെ ആഴത്തിൽ നാം പരിശോധിച്ചാൽ ഇത് 3ഉം ഒരേ കാര്യത്തിലേക്ക് തന്നെയാണ് ചെന്നെത്തുന്നത്. 3 രീതിയിൽ അതിന്റെ 3 വശങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ജഡത്തിൽ പ്രശംസിക്കാതിരിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നതായ ആളുകളാണ് യഥാർത്ഥത്തിലുള്ള പരിച്ഛേദനക്കാർ എന്ന് പറയുന്നത്.
അതുകൊണ്ട് യഥാർത്ഥത്തിൽ പരിച്ഛേദനയുടെ കൽപ്പന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരിച്ഛേദന നടക്കുന്നത് പഴയ നിയമത്തിലെ യഹൂദന്മാർക്കല്ല, മറിച്ച് പുതിയ നിയമത്തിലെ വിശ്വാസികൾക്കാണ്. അപ്പോൾ എപ്പോഴാണ് ഈ പരിച്ഛേദന ലഭിച്ചത്? ഈ പാപജഡ ശരീരം ഉരിഞ്ഞു കളഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തു പാപജഡ ശരീരം ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് പരിച്ഛേദന ചെയ്തത് എപ്പോഴാണ് എന്നുള്ളതാണ് തൊട്ടടുത്ത വാക്യത്തിൽ നമുക്ക് നൽകുന്നതായിട്ടുള്ള സൂചന. സ്നാനത്തിൽ നിങ്ങൾ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ ഈ പാപജഡ ശരീരം ഉരിഞ്ഞു കളഞ്ഞതായിട്ടുള്ള പ്രക്രിയ അത് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത്, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെട്ടു. അപ്പോൾ മരിച്ച ആളുകളെയാണ് അടക്കം ചെയ്യുന്നത് എന്ന് നമുക്കറിയാമല്ലോ. റോമർക്ക് എഴുതിയ ലേഖനത്തിലും ഇതിനോട് സമാനമായിട്ടുള്ള കാര്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ നാം യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ മരിക്കുകയും ഒരു ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത്. പഴയ മനുഷ്യൻ മരിച്ചു, സ്നാനത്തിൽ അവനെ അടക്കം ചെയ്തു, അതിനുശേഷം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇതാ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നാമും, അതായത് നാം ദൈവത്തിന്റെ ആ നിത്യതയുടെ അല്ലെങ്കിൽ കാലാതീതമായ ആ ഒരു അവസ്ഥയിൽ നാം ചിന്തിച്ചാൽ, നാം മനസ്സിലാക്കിയാൽ, ദൈവം നിത്യതയിലേക്ക് പോകുന്നതായിട്ടുള്ള എല്ലാ ആളുകളും യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ ആ ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടവരായി തന്നെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളെല്ലാം മരിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവനോടുകൂടി അവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നിത്യതയുടെ ദർശനത്തിൽ അല്ലെങ്കിൽ വെളിച്ചത്തിൽ നമുക്കത് അങ്ങനെ പറയുവാനായിട്ട് കഴിയും. അത് കർത്താവിന് കാലഭേദങ്ങളില്ല എന്ന് നമുക്കറിയാമല്ലോ. കാലഭേദങ്ങളില്ലാത്ത കർത്താവ് പിതാവ് കാണുന്നത്, കർത്താവായ യേശുക്രിസ്തു മരിച്ചപ്പോൾ അവനോടുകൂടി ഒരു പറ്റം ആളുകൾ മരിക്കുകയും അതുപോലെ തന്നെ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവനോടുകൂടി ഒരു പറ്റം ആളുകൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് ഈ ഒരു കാര്യത്തെ നാം മാറ്റി ചിന്തിക്കുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരുന്നത് അത് നാം സ്നാനപ്പെടുമ്പോഴാണ് എന്നാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവനോടുകൂടെ അടക്കപ്പെട്ടു, അതുപോലെ തന്നെ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ ഈ മരണവും ഈ ഉയർപ്പും യഥാർത്ഥത്തിൽ നമ്മളുടെ പ്രാണൻ പോവുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, നമ്മളെ ഏതെങ്കിലും കല്ലറയിൽ കൊണ്ട് അടക്കുന്നില്ല, മറിച്ച് ഇതൊരു ആത്മീക യാഥാർത്ഥ്യമാണ്. അത് വിശ്വാസത്താൽ സംഭവിക്കുന്നതാണ്. നമ്മുടെ ആത്മരക്ഷ എന്ന് പറയുന്നത് വിശ്വാസത്താലാണ്. അപ്പോൾ ഈ ഒരു മരിച്ചു, അടക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, സ്നാനത്തിൽ അടക്കപ്പെട്ടു, ക്രിസ്തുവേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഒരു ആത്മീക യാഥാർത്ഥ്യമാണ്. അത് നമ്മിൽ സംഭവിക്കുന്നത് ശരിയായ രക്ഷാകരമായ ഒരു വിശ്വാസം നമ്മളിൽ ഉളവാകുമ്പോഴാണ്. അപ്പോൾ അവനോടുകൂടെ ജീവിപ്പിച്ചു, വീണ്ടും അതിക്രമങ്ങളൊക്കെയും അവനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. 12-ാമത്തെ വാക്യത്തിൽ നാം അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലും 2-ാം അധ്യായത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഉയർപ്പിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നാം യഥാർത്ഥത്തിൽ ആത്മീയമായി ക്രിസ്തുവേശുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവേശു എവിടെ ഇരിക്കുന്നു അവിടെയാണ് നാം ഇരിക്കുന്നത്. ആ ഒരർത്ഥത്തിലാണ് ക്രിസ്തുവേശുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുന്നത്. ക്രിസ്തുവേശു ഇപ്പോൾ എവിടെയാണുള്ളത്? പിതാവിന്റെ വലതുഭാഗത്താണ്. ദൈവം ആ ക്രിസ്തുവേശുവിൽ നമ്മെ കാണുന്നു എന്നുള്ളത് ഒരു ആത്മീക യാഥാർത്ഥ്യമാണ്.
ശരി. 13ാമത്തെ വാക്യത്തിൽ അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ അവനോട് കൂടി ജീവിപ്പിച്ചു. അപ്പോൾ ഇവിടെ പറയുന്നത് അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്നു നിങ്ങളെയും. ഇതിന് സമാനമായിട്ടുള്ള ഒരു വാക്യം നമുക്ക് എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ കാണുവാനായിട്ട് കഴിയും. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു യാഥാർത്ഥ്യം എന്ത് എന്ന് വെച്ചാൽ, ഈ ജഡശരീരം ഉരിഞ്ഞു കളയുന്നില്ല, അല്ലെങ്കിൽ ഒരു ഹൃദയ പരിശോധന, ഒരു ആത്മീയമായിട്ടുള്ള പരിശോധന നാം ഏൽക്കാതിരിക്കുന്നത് തന്നെ അതൊരു പാപമാണ്. അതായത് ജഡത്തിൽ നിന്ന് നാം സ്വീകരിക്കുന്നത് എല്ലാം പാപമാണ്. കാരണം ജഡത്തിൽ നിന്ന് എന്തെങ്കിലും, ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരുവൻ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ അവന്റെ ജഡത്തിൽ നിന്ന് സ്വീകരിക്കുന്നത് നിർത്തുകയും ആത്മാവിൽ നിന്ന് സ്വീകരിക്കുന്നത് ആരംഭിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെയാണ് ഹൃദയ പരിച്ഛേദനയുടെ ഫലം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നേരത്തെ ആത്മാവ് മരിച്ചതായതുകൊണ്ട് ആത്മാവിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാൻ മനുഷ്യൻ പ്രാപ്തനല്ല. എന്നാൽ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ജീവിപ്പിക്കുകയും അതുപോലെ തന്നെ ആത്മാവിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നിർദ്ദേശങ്ങൾ ലഭിക്കുവാനായിട്ടും സ്വീകരിക്കുവാനായിട്ടും കഴിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാകുന്നു. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ പാപം എന്താണ് എന്ന് ചോദിച്ചാൽ ജഡത്തിൽ നിന്ന് സ്വീകരിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ പാപം എന്ന് പറയുന്നത്. കാരണം ജഡത്തിൽ നന്മയൊന്നും വസിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. വീണ്ടും ജന്മം പ്രാപിച്ചതായിട്ടുള്ള ആളുകൾ അവർ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ്. അവര് ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞവരാണ്. അല്ല, അതിന് പകരം ഇപ്പോഴും നാം നമ്മുടെ ജഡത്തിൽ നിന്നാണ് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്കും മോഹങ്ങൾക്കും അനുസരിച്ചാണ് നാം ജീവിക്കുന്നത് എങ്കിൽ ഒരു പരിച്ഛേദന നമ്മളിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതായത് ക്രിസ്തു കൈകൊണ്ടല്ലാത്ത ഒരു ഹൃദയ പരിച്ഛേദന നമ്മിൽ നടത്തിയിട്ടില്ല. നമ്മളുടെ ജഡവും ആയിട്ടുള്ള നമ്മുടെ പഴയ, ഇവിടെ ജഡം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ പഴയ മനുഷ്യനാണ്. ആ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ പഴയ മനുഷ്യന്റെ ആ ജഡത്തിൽ നിന്ന് തന്നെ സ്വീകരിക്കുന്നതായ ഒരു ജീവിത ശൈലിയാണ്, ആത്മീയ ജീവിത ശൈലിയാണ് നമുക്കുള്ളതെങ്കിൽ നാം വീണ്ടും ജന്മം പ്രാപിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇന്ന് നമുക്ക് ക്രിസ്തീയ ലോകത്തേക്ക് നോക്കിയാൽ അവര് രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഏറ്റുപറഞ്ഞു, സ്നാനപ്പെട്ടു എന്നൊക്കെ പറയുകയും അതിനുശേഷം അവരുടെ ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്കും മോഹങ്ങൾക്കും അനുസരിച്ച് അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളതൊന്നും യഥാർത്ഥത്തിൽ ഒരു വീണ്ടും ജന്മം പ്രാപിച്ചുവെന്നോ അല്ലെങ്കിൽ കർത്താവിന്റെ വഴിയിൽ അവർ നടക്കുന്നുവെന്നോ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നതല്ല എന്നുള്ളത് നാം ഓർക്കണം. അപ്പോൾ ഇവിടെ ജഡത്തിന്റെ അഗ്രചർമ്മം എന്ന് പറഞ്ഞാൽ ഹൃദയപരിച്ഛേദന ഏൽക്കാത്തതായിട്ടുള്ള അവസ്ഥ, കർത്താവ് പരിച്ഛേദന ചെയ്യാത്തതായിട്ടുള്ള അവസ്ഥ എന്നാണ് ഈ ജഡത്തിന്റെ അഗ്രചർമ്മത്തിൽ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മരിച്ചവരായിരുന്നു എന്നാണ്. അപ്പോൾ ഇപ്പോഴും നാം ഈ ജഡത്തിന്റെ അഗ്രചർമ്മത്തിൽ, അതായത് പഴയ മനുഷ്യന്റെ ഒരു പ്രവൃത്തിയിൽ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പഴയ മനുഷ്യൻ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ യഥാർത്ഥത്തിൽ അവനോടുകൂടെ ജീവിപ്പിച്ചു എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഒരു ആത്മീയ യാഥാർത്ഥ്യമായിട്ട് ഇരിക്കുന്നില്ല. ഇന്ന് ക്രിസ്തീയ ലോകത്ത് കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ നിത്യജീവൻ ഞങ്ങൾക്കുണ്ട് എന്ന് പറയുകയും എന്നാൽ ഈ ജഡത്തെ അനുസരിച്ച്, ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്കും മോഹങ്ങൾക്കും അനുസരിച്ച് അവർ ജീവിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു, കർത്താവിനോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആ പഴയ മനുഷ്യനെ സ്നാനത്തിൽ കുഴിച്ചിട്ടു. ഒരു പുതിയ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ അങ്ങനെ കുഴിച്ചിടപ്പെട്ട ക്രിസ്തുവിനോടുകൂടെ. അങ്ങനെയുള്ള മരിച്ചവർക്ക് മാത്രമേ ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുകയുള്ളൂ. ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ട ആളുകൾക്ക് മാത്രമേ
ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ ആളുകളെ കുറിച്ചാണ് സ്നാനത്തെക്കുറിച്ച് റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അപ്പോൾ നേരത്തെ അവർ നടന്നത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ നടക്കുന്നത് ഒരു ജീവന്റെ പുതുക്കത്തിലാണ്. കാരണം അവനോട് കൂടെ ജീവിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ നാം ക്രൂശിക്കപ്പെടുകയും കർത്താവിനോട് കൂടെ സ്നാനത്തിൽ നാം അടക്കപ്പെടുകയും അതുപോലെ തന്നെ നമ്മുടെ പഴയ മനുഷ്യനെ അടക്കം ചെയ്ത് നാം കർത്താവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു ആത്മീയ യാഥാർത്ഥ്യമാണെങ്കിൽ ഈ ജഡത്തിൽ നിന്നുള്ള കാര്യങ്ങൾ സ്വീകരിക്കുവാൻ നമുക്ക് യാതൊരു അനുവാദവുമില്ല. അത് സ്വീകരിക്കാൻ പാടുള്ളതല്ല. പിന്നെ വീണ്ടും നാം ജഡത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചും മോഹങ്ങൾക്കനുസരിച്ചുമാണ് ജീവിക്കുന്നതെങ്കിൽ അത് നാം നമ്മുടെ അവയവങ്ങളെ വീണ്ടും പാപത്തിന് കൊണ്ടുപോയി സമർപ്പിക്കരുത് എന്ന് വിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് പോലെ നാം അതിന് വിരുദ്ധമായിട്ട് നമ്മെ പാപത്തിന് സമർപ്പിച്ചു എന്നുള്ളതായിരിക്കണം അതിന്റെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അവനോട് കൂടെ ജീവിപ്പിച്ചു. അപ്പോൾ ഇവിടെ കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ നടക്കണം എന്നുള്ളതായിട്ടുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിക്കുകയുണ്ടായി, ഇന്നലെ പഠിക്കുകയുണ്ടായി. എന്നാൽ ഇവിടെ നാം ശ്രദ്ധിച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിൽ നടക്കുന്ന ആളുകളുടെ ചില പ്രത്യേകതകൾ ഇന്നലെ വായിച്ചെടുത്തും ഇന്ന് നമ്മൾ പഠിച്ചെടുത്തുമായിട്ടുള്ള കാര്യങ്ങളിൽ കാണുന്നുണ്ട്. അതായത് 10-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവേശുവിന്റെ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ക്രിസ്തുവേശുവിൽ നടക്കുന്നവർക്ക് അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ നാം വസിക്കുന്നു അല്ലെങ്കിൽ അവനിൽ നടക്കുന്നു, അവന്റെ കൂട്ടായ്മയിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ നാം അവനിൽ പരിപൂർണരായിരിക്കുന്നു. അതായത് ക്രിസ്തുവേശുവിലുള്ള പൂർണ്ണത നമുക്കും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നു, നമുക്കും കണക്കിടുന്നു എന്നാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഇന്ന് അടുത്ത വാക്യത്തിൽ നമ്മൾ പഠിച്ചത് നമുക്ക് ഒരു കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. അതായത് നമ്മുടെ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് നമുക്ക് ഒരു പരിച്ഛേദന ദൈവം, ഒരു ഹൃദയത്തിന്റെ പരിച്ഛേദന ദൈവം നമുക്ക് നൽകി. ഇനി ജഡത്തിൽ നിന്ന് സ്വീകരിക്കുവാൻ നമുക്ക് ആവശ്യമില്ല. ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തന്ന് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിച്ച് പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് തന്ന് ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുവാനായിട്ടുള്ള വലിയ സാധ്യത നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി. അങ്ങനെ ഒരു പരിശോധന നമുക്ക് നൽകി. മൂന്നാമതായിട്ട് കാണാനായിട്ട് കഴിയുന്നത് 12-ാമത്തെ വാക്യത്തിൽ നിങ്ങളും അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവനിൽ പരിശോധന ലഭിച്ചു, അവനിൽ പരിപൂർണരായിരിക്കുന്നു, അവനിൽ അല്ലെങ്കിൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. നാലാമതായിട്ട് നാം കാണുന്നത് 13-ാമത്തെ വാക്യത്തിൽ മരിച്ചവരായിരുന്നു, അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. അപ്പോൾ അവനോടുകൂടെ ജീവിപ്പിച്ചു, അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അവനാൽ പരിശോധന ലഭിച്ചു, അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. പ്രിയമുള്ളവരെ, എത്ര വലിയ ഒരു ആത്മീക യാഥാർത്ഥ്യമാണ് കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നമുക്കെതിരെ ഉണ്ടായിരുന്നതായ കയ്യെഴുത്ത്, അതായത് നാം പാപികളും പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന നിത്യമായ നാശവും എന്നുള്ളതാണ് നമുക്കെതിരെ ഉണ്ടായിരുന്നതായ കയ്യെഴുത്ത് എന്ന് പറയുന്നത്. അതായത് നിയമം ലംഘിക്കുകയും ആ നിയമം ലംഘിച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്കെതിരെ ഉണ്ടായിരുന്ന ഒരു കയ്യെഴുത്ത്, അത് കർത്താവായ യേശുക്രിസ്തു നമ്മളോട് അതിക്രമങ്ങൾ ക്ഷമിച്ചുകൊണ്ട് അതിക്രമങ്ങളൊക്കെ നമ്മളോട് ക്ഷമിച്ചുകൊണ്ട് നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന ആ ഒരു കയ്യെഴുത്തെല്ലാം മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അതായത് നമ്മുടെ എല്ലാ പാപത്തിന്റെ ശിക്ഷയും കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുത്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ നമ്മുടെ എല്ലാ പാപങ്ങളും അവനോടുകൂടെ ആ കർത്താവായ യേശുക്രിസ്തുവിൽ തന്നെ
നീക്കപ്പെട്ടു എന്നാണ് അവിടെ നിന്നും കാണുന്നത്. അവന്റെ നടുവിൽ നിന്ന് തറച്ച നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അപ്പോൾ നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് തടസ്സമായിട്ട് നമ്മളിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള, നമുക്കെതിരെ ഉണ്ടായിരുന്നതായിട്ടുള്ള എല്ലാ കൈയെഴുത്തുകളും യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ തറച്ച്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടായി അവരെ പരസ്യമായ കാഴ്ചയാക്കി. പ്രിയമുള്ളവരെ, സാത്താനെയും സാത്താന്റെ കീഴിൽ കിടന്നതുമായിട്ടുള്ള ഒരു സംവിധാനവും ആ സാത്താന്റെ സകല ആയുധവർഗവും ആ ക്രൂശിൽ ഒരു യാഗമായി തീർന്നുകൊണ്ട് കർത്താവ് നീക്കിക്കളഞ്ഞു. നമുക്കെതിരെ, ഇപ്പം നമുക്കറിയാമല്ലോ, എഫേസ്യർക്ക് എഴുതിയ ലേഖനം പഠിച്ചപ്പോൾ നാം അവിടെ പഠിച്ചത് ഇപ്രകാരമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തില് അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവരെയും അനുസരിച്ച് നടന്നു. അപ്പോൾ നാം അനുസരിച്ച് നടന്നതായ ഒരു പറ്റം സംവിധാനങ്ങളുണ്ട്. ഈ ലോകത്തിന്റെ പൈശാചികമായ സംവിധാനങ്ങളുണ്ട്. അങ്ങനെയുള്ള ആ സംവിധാനങ്ങളെയെല്ലാം അവരുടെ ആയുധം വർഗം വെപ്പിച്ച് അവരെ ഒരു പരസ്യമായ കാഴ്ചയാക്കി. വാഴ്ചകളെയും അധികാരങ്ങളെയും എല്ലാം അവരുടെ മേലൊക്കെ കർത്താവ് ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. കാരണം എന്താണ്? നമുക്ക് വിരോധമായിരുന്ന, നമുക്ക് പ്രതികൂലമായിരുന്ന, നമ്മുടെ മേൽ ആരോപിച്ചിരിക്കുന്നതായിട്ടുള്ള പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന നിത്യനാശം എന്ന് പറഞ്ഞത്, അത് ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു അതിനൊരു പരിഹാരം ഉണ്ടാക്കി അത് നമ്മുടെ മേൽ നിന്ന് മാറ്റിക്കളഞ്ഞു. അങ്ങനെ ഇന്ന് നമ്മെ യഥാർത്ഥത്തിൽ സ്വതന്ത്രമാക്കി എന്നാണ് നാം വായിക്കുന്നത്. ഇന്ന് വിശ്വാസികളായിട്ടുള്ള അനേകം ആളുകളും അവര് പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങളെ കുറിച്ച് ഭയപ്പെടുന്നവരും അല്ലെങ്കിൽ പിശാചിനെ ഭയപ്പെടുന്നവരും ഒക്കെയുമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഭയത്തിൻ്റെതായിട്ടുള്ള ആവശ്യമില്ല. ഈ മന്ത്രവാദം, ആഭിചാര പ്രക്രിയകൾ പലതും ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള മന്ത്രവാദം എന്ന് പറയുന്നതായിട്ടുള്ള കാര്യം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് അവർക്ക് ഏൽക്കുകയില്ല. കാരണം നമ്മളിലുള്ളവൻ, അല്ലെങ്കിൽ നാം ആരിലായിരിക്കുന്നുവോ, നാം കർത്താവായ യേശു ക്രിസ്തുവിൽ ആണ് എങ്കിൽ ഈ ലോകത്തിൽ ഏത് ശക്തിക്കാണ് നമ്മളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാനായിട്ട് കഴിയുക? കർത്താവ് പറഞ്ഞു, നിങ്ങളെ ഒരു നാളും എന്നിൽ നിന്ന് പിടിച്ചു പറിക്കുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഇന്ന് പല സഭകളിലും, ഞാൻ സഭകളുടെ പേരൊന്നും പറയുന്നില്ല, ഈ ഭൂതത്തെയും പിശാചിനെയും ഒക്കെ കാട്ടി, അല്ലെങ്കിൽ ബന്ധനങ്ങൾ, അല്ലെങ്കിൽ ശാപം എന്നുള്ളതൊക്കെ കാട്ടി ആളുകളെ ഭയപ്പെടുത്തി അവരെ ഒരു മുതലെടുപ്പിന് ഉപയോഗിക്കുന്നതായ ഒരു രീതി നമുക്ക് ഇന്ന് പല സഭകളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവര് വിശ്വാസികളെ യഥാർത്ഥത്തിൽ ക്രിസ്തീയ സ്വാതന്ത്ര്യം, ക്രിസ്തു അവർക്ക് ക്രൂശിൽ സകല അധികാരത്തിനും വാഴ്ചകൾക്കും അവരെ എല്ലാം പരസ്യമായ കാഴ്ചയാക്കിക്കൊണ്ട് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് കൊടുത്തിരിക്കുന്നതായുള്ള സ്വാതന്ത്ര്യത്തെ കെടുത്തുകയും അവരെ കേവലം ഒരു ബന്ധനത്തിലേക്ക്, ഒരു ആത്മീക ബന്ധനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ അടുത്ത കാലത്ത് ഞാനൊരു സംഭവം കേട്ടു. ഒരു സഭയില് ഒരാള് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു. ചില ആഴ്ചകൾക്ക് ശേഷം ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവിടെയുള്ള ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ ക്ഷണിച്ചു. ആ മീറ്റിങ്ങിന് അങ്ങനെ ഭൂതോച്ചാടനം എന്ന ഒരു പരിപാടിയാണ് അവർ ആസൂത്രണം ചെയ്തത്. മുൻകൂട്ടി അതിനു വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലിസ്റ്റ് ആളെ അവർ വരുത്തി. അതിനുശേഷം ഒരു മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ചു. അതിനുശേഷം അവിടെ ഭൂതമുണ്ട് എന്ന് അവരെങ്ങനെ അറിഞ്ഞു എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ആ മീറ്റിങ്ങിന്റെ സമയത്ത് ചില ചേഷ്ടകൾ കാണിച്ചുകൊണ്ടൊരു സ്ത്രീ എഴുന്നേറ്റു. ഉടനെ തന്നെ ഈ ഭൂതോച്ചാടനത്തിന് വന്നതായിട്ടുള്ള ആള് ആ ഭൂതത്തെ ശാസിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകളെ തെറ്റിക്കുന്നതും ആളുകളെ പരിജ്ഞാനമില്ലാത്തതായിട്ടുള്ള ആളുകളെ വഞ്ചിക്കുന്നതുമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് പല സ്ഥലങ്ങളിലും നടക്കുന്നത്.
അങ്ങനെ വിശ്വാസികളുടെ മേൽ ഒരിക്കലും ഭൂതത്തിനൊരു അവകാശമില്ല, പിശാചിനൊരു അവകാശവുമില്ല. പിശാചിന് അവരെ തൊടാനായിട്ട് കഴിയില്ല. ഒരു വിശ്വാസിയെ പിശാച് തൊടുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭൂതം, മന്ത്രവാദത്തിലൂടെ ഒരു ഭൂതം അധീനതയിലാക്കുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് എത്രയോ ബാലിശമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കർത്താവ് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിങ്ങളെ പിടിച്ചു വരുത്താൻ ആർക്കും കഴിയില്ല. കർത്താവ് നമ്മിൽ വസിച്ച് നമ്മെ കർത്താവിന്റെ ഒരു ആലയമാക്കി, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു, ദൈവത്തിന്റെ ആലയമാണ് എന്ന് പറയുന്നതായിട്ടുള്ള ആളുകളിൽ ഭൂതം ബാധിക്കുന്നു, അല്ലെങ്കിൽ അവർക്കെതിരെ ഏതെങ്കിലും ഒരു ഭൂതത്തിനോ പിശാചിനോ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത് തന്നെ എത്രയോ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. അതൊന്നും ഒരു രക്ഷിക്കപ്പെട്ട ഒരു യഥാർത്ഥ ദൈവപൈതലിന് അങ്ങനെ ഒരു ഭയത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ ആരെങ്കിലും നമ്മെ ഭയപ്പെടുത്തുവാനായിട്ടൊക്കെ തുനിഞ്ഞാൽ അങ്ങനെ ഭയപ്പെടുത്തുന്നതിന് നമ്മൾ വിധേയപ്പെട്ട് കൊടുക്കരുത് എന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. കാരണം നമ്മളെയൊക്കെ കണ്ടു കഴിഞ്ഞു കഴിയുമ്പം നമ്മളെ ഭയപ്പെടുത്തിയാണ് യഥാർത്ഥത്തിൽ നമ്മെ അടിമയാക്കാൻ കഴിയുന്നത്. ഭയമില്ലാത്ത ആളുകളെ ഒരിക്കലും ആർക്കും അടിമയാക്കാൻ കഴിയില്ല. അടിമയാക്കിയാലാണ് അവരെ ദുരുപയോഗം ചെയ്യുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ബന്ധനമുണ്ടെന്നും പൂർവ്വശാപങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ആരോ നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്നും അതിന് പ്രതിവിധി ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞ് നടക്കുന്നത് ഈ രക്ഷിക്കപ്പെട്ടവർ എന്ന് പറയുന്നതായിട്ടുള്ള സമൂഹങ്ങളിൽ തന്നെയാണ് അത് വ്യാപകമായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് നമ്മുടെ പൈശാചികമായിട്ടുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്നതായിട്ടുള്ള മതങ്ങളിലുള്ള അതേ തലത്തിലാണ് ഈ ക്രിസ്തീയ സഭകൾ എന്ന് അഭിമാനിക്കുന്നതായിട്ടുള്ള സഭകളിലുമുള്ളത്. ഈ എല്ലാ അധികാരങ്ങളെയും പരസ്യമായ കാഴ്ചയാക്കി അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി ആ ജയോത്സവം നേടിയ കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുന്നതായ, സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നതായ, ആത്മാവ് വസിക്കുന്നതായിട്ടുള്ള ആളുകളിലേക്ക് ഈ വിധത്തിലുള്ള യാതൊരു ബാധകളും അടുക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, നാം ഏറെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള യാതൊരു തെറ്റായിട്ടുള്ള ഉപദേശങ്ങളിലും നാം വീണുപോകാനായിട്ട് പാടില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ഒരു ആകാംക്ഷ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാകാം, അതല്ല എങ്കിൽ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാകാം. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളാകാം. അപ്പോൾ ഇതിനൊക്കെ കാരണമായിട്ട് എന്തെങ്കിലും മന്ത്രവാദമോ കൂടോത്രമോ ആരെങ്കിലും ഒക്കെ ചെയ്തതാണ് എന്നും അത് നീക്കേണ്ടതിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന നടത്തണമെന്നോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭാവനകൾ കൊടുക്കണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നും നിങ്ങൾ വീഴുവാനായിട്ട് പാടില്ല. അങ്ങനെയൊന്നും വിശ്വാസികൾക്ക് ഒരിക്കലും ഉണ്ടാകുകയില്ല. അങ്ങനെ ആർക്കെങ്കിലും ഇനി ഉണ്ട് എങ്കിൽ അവർ വീണ്ടും ജന്മം പ്രാപിച്ച് ക്രിസ്തു വസിക്കുന്ന ആളുകളല്ല, ക്രിസ്തുവിന്റെ ആത്മാവ് വസിക്കുന്ന ആളുകളല്ല. നമ്മളിൽ ബലത്തോടെ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി എന്നും നമ്മളിൽ വ്യാപരിക്കുന്ന അളവറ്റ ശക്തി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഒരു കെട്ടുകഥയായി പോവുകയില്ലേ എന്നുള്ളത് നാം ചിന്തിക്കണം. അപ്പോൾ പരസ്യമായ കാഴ്ചയാക്കിയതിനെ നമ്മുടെ മേൽ അധികാരമുള്ള ഒന്നാക്കി ആരെങ്കിലും ചിത്രീകരിച്ചു കൊണ്ടുവന്നാൽ അതിന് നമ്മൾ വിധേയപ്പെടരുത്. നമുക്ക് ഈ ലോകത്തിൽ കഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെയുണ്ട്. അതൊക്കെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതിന് വേണ്ടി ദൈവം അനുവദിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ പിശാചിന്റെ കയ്യ് ഇല്ല. പിന്നെ അതൊക്കെ നാം ഈ വിധത്തിലുള്ളതായ ഏതെങ്കിലും ബന്ധനമുണ്ടെന്നോ ഒക്കെ പറഞ്ഞ് നമ്മളെ അടുത്തേക്ക് വരുന്നവർ നമ്മളെ ബന്ധിക്കാൻ വേണ്ടിയാണ് വരുന്നത്. അവരുടെ തെറ്റായിട്ടുള്ള ഉപദേശങ്ങളിലും അവരുടെ തെറ്റായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളെ ബന്ധിച്ച് അവരെ അടിമയാക്കി നമ്മളിൽ മുതലെടുപ്പ് നടത്തുന്ന ഒരേ ഒരു പരിപാടി, അതായത് നിങ്ങളെ അവർ വാണിഭമാക്കുമെന്ന് കള്ളപ്രവാചകന്മാരെ കുറിച്ചും ദുരുപദേഷ്ടകന്മാരെ കുറിച്ചും യോഹന്നാൻ അപ്പോസ്തലൻ തരുന്ന മുന്നറിയിപ്പ്. നിങ്ങളെ അവർ വാണിഭമാക്കും, അതായത് നിങ്ങളെ അവർ കച്ചവട ചരക്കാകും. അവരുടെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മെ അവര് കച്ചവട ചരക്ക് ആക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഉള്ള ഗുണങ്ങളാണ് നമ്മൾ കാണിച്ചത്. അവരിൽ നമ്മൾ, കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണരാണ്. ക്രിസ്തുയേശുവിന്റെ പൂർണ്ണത ദൈവം നമ്മളിൽ ആരോപിക്കുന്നു, അല്ലെങ്കിൽ നമ്മളിൽ കണക്കിടുന്നു. നമ്മൾ പരിപൂർണരായിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജഡശരീരത്തെ, പാപജഡശരീരത്തെ കർത്താവായ യേശു ക്രിസ്തു ഒരു പരിച്ഛേദനയിലൂടെ നീക്കി നമുക്ക് ഒരു ഹൃദയ പരിച്ഛേദന തന്നു. യഥാർത്ഥത്തിലുള്ള ഒരു പരിച്ഛേദന നമുക്ക് ലഭിച്ചു.
പിന്നെ കർത്താവിനോടുകൂടെ മരിക്കുകയും സ്നാനത്തിൽ അടക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതായിട്ടുള്ള ആളുകൾ ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ നാം കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിൽ ഇരുത്തുകയും സ്വർഗത്തിലെ പൗരന്മാരായി നമ്മെ ഗണിക്കുകയും ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മുടെ അതിക്രമങ്ങളിലും പാപങ്ങളിലും അല്ലെങ്കിൽ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്നു നമ്മെ കർത്താവായ യേശു ക്രിസ്തു തന്നോടുകൂടെ ജീവിപ്പിച്ച് തന്നിൽ ഉള്ളതായ ആ നിത്യജീവന്റെ പങ്കാളിത്തം നമുക്ക് നൽകിക്കൊണ്ട് അവനോടുകൂടെ നമ്മെയും ജീവിപ്പിച്ചു. അതുപോലെ തന്നെ നമുക്കെതിരായിട്ട് ഉണ്ടായിരുന്നതായ കൈയെഴുത്ത്, നമ്മളുടെ മേൽ ആരോപിച്ചിരുന്നതായിട്ടുള്ള നമുക്കെതിരായിരുന്ന എല്ലാ കൈയെഴുത്തും ആരോപണങ്ങളും അത് ക്രൂശിൽ തറച്ച് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ നടുവിൽ നീക്കിക്കളഞ്ഞു. പിന്നെ സകല പൈശാചിക ശക്തികളുടെയും മേൽ കർത്താവ് ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. എന്താണ് പ്രിയമുള്ളവരെ നമുക്ക് ഇതിനപ്പുറം ഈ ലോകത്തിൽ വേണ്ടത്? നമുക്ക് എന്തിനെ കുറിച്ചാണ് നമുക്ക് പ്രശംസിക്കുവാനായിട്ടുള്ളത്? ഇതൊക്കെയാണ് നമ്മുടെ പ്രശംസ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ഈ ആത്മീക യാഥാർത്ഥ്യങ്ങളെ അത് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതിനാൽ സന്തോഷവും സംതൃപ്തിയും പ്രത്യാശയും ഉള്ളവരായിട്ട് സംതൃപ്തിയോടുകൂടിയുള്ള ക്രിസ്തീയ ജീവിതമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാനുള്ളത്. അതിനായി സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.